എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 27ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് താടകയെ വധിച്ചു, ദേവന്മാരുടെയൊക്കെ അനുഗ്രഹം കിട്ടിയെന്നാണ്. ദേവന്മാരെല്ലാവരും തന്നെ പല വിധത്തിലുള്ള ആയുധങ്ങളെ ശ്രീരാമന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്ന സന്ദർഭം അവിടെ കാണുകയുണ്ടായി. അതിനനുസരിച്ച് എന്തൊക്കെ ആയുധങ്ങളാണ് വിശ്വാമിത്രൻ സന്തോഷത്തോടു കൂടിയിട്ട് അനുഗ്രഹ ആശീർവചനങ്ങളോട് കൂടിയിട്ട് ശ്രീരാമന് കൊടുക്കണത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സർഗം ആരംഭിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം. അധതാം രജനീമുഷ്യ വിശ്വാമിത്രോ മഹായശാഃ പ്രഹസ്യ രാഘവം വാക്യമുവാച മധുരസ്വരം. അധ താം രജനീം ഉഷ്യ. ഇപ്രകാരം ആ രാത്രി ഉറങ്ങി തീർത്തിട്ട് കഴിച്ചുകൂട്ടി തീർന്നിട്ട് മഹായശാഃ വിശ്വാമിത്ര, മഹായശസ്വിയായിട്ടുള്ള പേരും പ്രതാപവുമൊക്കെ ഉള്ള മഹർഷിയായിട്ടുള്ള വിശ്വാമിത്രൻ പ്രഹസ്യ, ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് പുഞ്ചിരിക്കൊണ്ടിട്ട് രാഘവം മധുരസ്വരം വാക്യം ഉവാച, രാഘവനോട് ശ്രീരാമനോട് മധുരമായിട്ട് ഇപ്രകാരം പറഞ്ഞു. അതായത് രാത്രി സമാധാനമായിട്ട് ഉറങ്ങി രാവിലെ വെളുപ്പാങ്കാലത്ത് നേരത്തെ എണീറ്റ് രാവിലത്തെ കൃത്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ശ്രീരാമനെ നോക്കിയിട്ട് വളരെ സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് വിശ്വാമിത്രൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയണത്. എന്താ പറയണത്? രണ്ടാമത്തെ ശ്ലോകം നോക്കാം. പരിതുഷ്ടോസ്മി ഭദ്രം തേ രാജപുത്ര മഹായശ പ്രീത്യാ പരമയാ യുക്തോ ദദാമ്യസ്ത്രാണി സർവശ. അല്ലയോ രാജപുത്ര, മഹായശസ്വിയായിട്ടുള്ള രാജപുത്ര, അല്ലയോ ശ്രീരാമ, തേ അഹം പരിതുഷ്ടോ അസ്മി. ഭദ്രം തേ, നിനക്ക് ഭദ്രമാവട്ടെ, നിനക്കെല്ലാം മംഗളകരമായിട്ട് ഭവിക്കട്ടെ. അഹം പരിതുഷ്ട അസ്മി, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹവും ബഹുമാനവുമൊക്കെ തോന്നുന്നു, ആദരവൊക്കെ തോന്നുന്നു എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ പ്രീത്യാ പരമയാ യുക്ത, അതീവ സന്തോഷത്തോടു കൂടിയ ഈ ഞാൻ, അതായത് താടക ഈ വനത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ വിശ്വാമിത്രന് ഉണ്ടായിട്ടുണ്ടാവാം. അതായത് യാഗാദി കർമ്മങ്ങളൊന്നും വേണ്ടതുപോലെ ചെയ്യാൻ ആൾക്കാരെ കിട്ടായക, ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നശിപ്പിക്കാൻ താടക വരിക, അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ട് താടകയെ വധിച്ചത് കൊണ്ട് ഞാൻ വളരെയധികം സന്തുഷ്ടനായി. അതിന് മറ്റൊരു കാരണം കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത് തന്നെയാണല്ലോ തൻ്റെ ആശ്രമം, സിദ്ധാശ്രമം അധികം ദൂരെയല്ല. അവിടെയാണ് അതിഗംഭീരമായിട്ട് യാഗം നടക്കുന്നത്. ആ യാഗം മുടക്കാൻ വേണ്ടിയിട്ടാണ് മാരീചനും സുബാഹുവും ഒക്കെ രാക്ഷസന്മാരൊക്കെ അതിന് വട്ടം ചുറ്റി നടക്കുന്നത്. അപ്പോൾ അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രീരാമന് സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് വിശ്വാമിത്രന് താടകാവധം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എന്ന് പറഞ്ഞത്. താടകയുടെ പുത്രന്മാരാണല്ലോ ഈ മാരീചനും സുബാഹുവും ഒക്കെ. സുന്ദനും താടകയ്ക്കും ജനിച്ച പുത്രന്മാരാണ്. അപ്പോൾ അമ്മയുടെ പരാക്രമങ്ങളൊക്കെ തടയാൻ പറ്റുമെന്നാണെങ്കിൽ പിന്നെ പുത്രന്മാരെ ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായി. അതുകൊണ്ടാണ് വിശ്വാമിത്രന് കൂടുതൽ സന്തോഷം വന്നത് എന്നും വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് പറയാണ്, പ്രീത്യാ പരമയാ യുക്ത, വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? സർവശ അസ്ത്രാണി ദദാമി, ഞാൻ നിനക്ക് അല്ലെങ്കിൽ ശ്രീരാമന് എല്ലാ തരത്തിലുമുള്ളതായ അസ്ത്രങ്ങൾ ഞാൻ തരുകയാണ്, അനുഗ്രഹിച്ച് തരികയാണ്. പലതരത്തിൽ സർവശഃ എന്ന് വെച്ചാൽ എല്ലാ തരത്തിലും രക്ഷ കിട്ടുന്നതിന്, ഭൂമിയിലായാലും വെള്ളത്തിലായാലും ആകാശമാർഗത്തിലായാലും അങ്ങനെ യുദ്ധത്തിലായാലും അല്ലാത്ത സമയത്തും അങ്ങനെ പല സന്ദർഭങ്ങളിലും സംരക്ഷണം നമുക്ക് ആവശ്യമായിട്ട് വരും. ആ സമയത്തൊക്കെ എന്തൊക്കെ കയ്യിലുണ്ടായാലാണ് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുക, അത്തരത്തിലുള്ള സകല അസ്ത്രങ്ങളും ആയുധങ്ങളും ഞാൻ നിനക്ക് ഉപദേശിച്ചു തരികയാണ് രാമ എന്നാണ് പറയണത്. എന്നിട്ട് നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. ദേവാസുരഗണാൻ വാപി സഗന്ധർവോരഗാൻ ഭുവി യൈരമിത്രാൻ പ്രസഹ്യാജൗ വശീകൃത്യ ജയിഷ്യസി. ആരോടെതിരിട്ടാലും നീ തന്നെയേ ജയിക്കുള്ളൂ രാമ എന്നാണ് വിശ്വാമിത്രൻ പറയണത്. അവിടെ ദേവന്മാരുണ്ടാവാം, അസുരന്മാരുണ്ടാവാം, ഗന്ധർവന്മാരുണ്ടാവാം, ഉരകങ്ങളുണ്ടാവാം. ഇനി ഭൂമിയിൽ അമിത്രാൻ, നിന്റെ ശത്രുക്കളും ഉണ്ടാവും. അവരെയൊക്കെ എതിർത്താലും ആജൗ പ്രസഹ്യ വശീകൃത്യ ജയിഷ്യസി, അവരൊക്കെ ആയിട്ട് നീ യുദ്ധം ചെയ്ത് അതായത് ഭൂമിയിൽ വെച്ച്
ആരോടൊക്കെ യുദ്ധം ചെയ്താലും, ഭൂമിയിലായാലും വേണ്ടില്ല, വേറെ എവിടെ പോയാലും വേണ്ടില്ല, ഇവരോട് ആരോട് നീ ഏറ്റുമുട്ടിയാലും നിന്റെ ഗുണഗണങ്ങളാൽ വശീകരിക്കപ്പെട്ടുകൊണ്ട് അവരെല്ലാവരും നിന്റെ മുൻപിൽ തോൽക്കുക തന്നെ ചെയ്യും, നീ ജയിക്കുക തന്നെ ചെയ്യും. അതാണ് ദേവാസുര ഗണാൻ വാപി. ദേവന്മാരുടെ ഗണങ്ങളായിക്കോട്ടെ അസുരന്മാരുടെ ഗണങ്ങളായിക്കോട്ടെ, സഗന്ധർവോരഗാൻ, ഗന്ധർവന്മാരായിക്കോട്ടെ ഉരകങ്ങൾ, പാതാള ലോകത്ത് പോയാൽ സർപ്പങ്ങളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരും. അതുപോലെ തന്നെ ഗന്ധർവ ലോകത്ത് പോയാൽ ഗന്ധർവന്മാരായിട്ട് ഏറ്റുമുട്ടണം. അങ്ങനെ ആരോട് ഏറ്റുമുട്ടിയാലും, നിന്റെ ശത്രുക്കളോട് ഏറ്റുമുട്ടിയാലും നിനക്ക് മാത്രമേ ജയം സംഭവിക്കുകയുള്ളൂ. അതാണ് ആജൗ. ആജൗ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ വശീകൃത്യ, അവരെയൊക്കെ വശീകരിച്ചിട്ട് നിന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ നിനക്ക് സാധിക്കും. അങ്ങനെ നീ ജയിക്കുകയും ചെയ്യും. ഇതാണ് താടകയെ വധിച്ചതിലുള്ള സന്തോഷം വാക്കുകളിലൂടെ, അനുഗ്രഹത്തിലൂടെ വിശ്വാമിത്രൻ ഇങ്ങനെയൊക്കെയാണ് നൽകുന്നത്. മാത്രമല്ല 4-ാമത്തെ ശ്ലോകം നോക്കാം. താനി ദിവ്യാനി ഭദ്രം തേ ദദാമ്യസ്ത്രാണി സർവശ ദണ്ഡചക്രം മഹദ്ദിവ്യം തവ ദാസ്യാമി രാഘവ. ഇനി മുതൽ അങ്ങോട്ട് കുറേ തരത്തിലുള്ള ആയുധങ്ങളുടെ, ആദ്യം അസ്ത്രങ്ങളുടെയൊക്കെ തന്നെയാണ് പേര് പറയണത്, പലതരത്തിലുള്ള ഗദകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ കുറേ ആയുധങ്ങളുടെ പേരാണ് പറയണത്. താനി ദിവ്യാനി ഭദ്രം തേ ദദാമി അസ്ത്രാണി സർവശ. തേ ഭദ്രം, നിനക്ക് മംഗളം മാത്രമേ ഭവിക്കുകയുള്ളൂ, നിന്നെ ഞാൻ എല്ലാ തരത്തിലും അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താനി ദിവ്യാനി അസ്ത്രാണി സർവശ ദിവ്യാനി അസ്ത്രാണി ദദാമി. അതുകൊണ്ട് തന്നെ ദിവ്യങ്ങളായിട്ടുള്ള, ദേവന്മാരൊക്കെ തന്നെയേ പ്രയോഗിച്ചിട്ടുള്ളൂ, അങ്ങനെയുള്ളതായ കുറേയധികം ആയുധങ്ങൾ ഞാനിതാ നിനക്ക് ഉപദേശിച്ച് തരാൻ പോവുകയാണ്. ഏതൊക്കെയാണ് ആയുധങ്ങൾ? ആദ്യത്തെ ആയുധത്തിനെ പറ്റി പറയാണ്. ദണ്ഡചക്രം മഹദ് ദിവ്യം തവ ദാസ്യാമി രാഘവ. അല്ലയോ രാഘവ, അല്ലയോ ശ്രീരാമ, നിനക്ക് ഞാൻ ആദ്യമായി തന്നെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു അസ്ത്രം തരുകയാണ്. അതിൻ്റെ പേരാണ് ദണ്ഡചക്രം. മഹത്തും ദിവ്യവുമായിട്ടുള്ള ദണ്ഡചക്രം ഇതാ ഞാൻ നിനക്ക് തരുന്നു. ദണ്ഡചക്രം മഹത് ദിവ്യം, ഏറ്റവും ദിവ്യമാണ്. ദേവന്മാരൊക്കെ തന്നെയാണ് അത് ഉപയോഗിച്ചിട്ടുള്ളൂ, മനുഷ്യർക്കൊന്നും അത് ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള അസ്ത്രം ഞാനിതാ ദാസ്യാമി, അങ്ങയ്ക്ക് നൽകുന്നു. മറ്റൊന്ന് ധർമ്മചക്രം തതോ വീര കാലചക്രം തഥൈവ ച വിഷ്ണുചക്രം തഥാപ്യുഗ്രമ ഇന്ദ്രം ചക്രം തഥൈവ ച. ഇനി കുറേ ചക്രം എന്നു പേരുള്ള അസ്ത്രങ്ങളുടെ പേരാണ് പറയണത്. അതിനുശേഷം ധർമ്മചക്രം ഞാൻ തരുന്നു. തഥാ വീരകാലചക്രം, അതിനുശേഷം വീരകാലചക്രം എന്നു പേരുള്ള അസ്ത്രം തരുന്നുണ്ട്. മറ്റൊന്നിൻ്റെ പേരാണ് വിഷ്ണുചക്രം. പിന്നൊന്ന് തഥാപ്യുഗ്രം ഐന്ദ്രം ചക്രം. ഇതിനേക്കാളൊക്കെ ഏറ്റവും ഉഗ്രമായിട്ടുള്ള, ഏറ്റവും ഉഗ്രശക്തിയുള്ള, കഠിനമായിട്ട് പ്രയോഗിക്കാൻ സാധിക്കുന്നതായ ഐന്ദ്രം ചക്രം, ഇന്ദ്രചക്രത്തെയും ഞാനിതാ നിനക്ക് തരുന്നു. അപ്പോൾ ദണ്ഡചക്രമായി ധർമ്മചക്രം, വീരകാലചക്രം, വിഷ്ണുചക്രം, അതുപോലെ ഐന്ദ്രചക്രം, ഇങ്ങനെ കുറേ ആയുധങ്ങൾ ഇനിയുണ്ട്. അടുത്ത ശ്ലോകത്തിൽ കാണാം. 6-ാമത്തെ ശ്ലോകം നോക്കൂ. വജ്രമസ്ത്രം നരശ്രേഷ്ഠ ശൈവം ശൂലവരം തഥാ അസ്ത്രം ബ്രഹ്മശിരശ്ചൈവ ഐഷീകമപി രാഘവ. ഇനി വേറെ ചില ആയുധങ്ങളുടെ പേര് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വജ്രാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസ്ത്രം തരാം. അതുപോലെ അല്ലയോ നരശ്രേഷ്ഠ, ഞാൻ നിനക്ക് വജ്രാസ്ത്രം തരാം. ശൈവം ശൂലവരം, ശിവസംബന്ധിയായ, അതാണ് ശൈവം, ശിവസംബന്ധിയായിട്ടുള്ള ശൂലവും ഞാൻ നിനക്ക് തരാം. ശൂലവരം, അതൊക്കെ ഓരോ തരത്തിലുള്ള ആയുധങ്ങളാണ്, അല്ലെങ്കിൽ അസ്ത്രങ്ങൾ തന്നെ ആവാം. അതുപോലെ ബ്രഹ്മശിരഃ അസ്ത്രം, ബ്രഹ്മശിരാസ്ത്രം അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രം, അതും ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. ഐഷീകം എന്നു പേരുള്ള ഒരു അസ്ത്രവും അല്ലയോ രാഘവ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. ഈ അസ്ത്രങ്ങളോടൊപ്പം തന്നെ 2 ഗദകളും കൊടുക്കുന്നുണ്ട്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. ദദാമി തേ മഹാബാഹോ ബ്രഹ്മമസ്ത്രമനുത്തമം ഗദേ ദ്വേ ചൈവ കാകുത്സ്ഥ മോദഗീ ശിഖരീ ശുഭേ. ആദ്യം ബ്രഹ്മശിരഃ അസ്ത്രം, ബ്രഹ്മശിരാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസ്ത്രത്തിൻ്റെ കാര്യമാണ് 6-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. 7-ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാസ്ത്രം എന്ന് എടുത്തു പറയുന്നുണ്ട്. അതാണ് ദദാമി തേ മഹാബാഹോ, അല്ലയോ മഹാബാഹോ,
വളരെ നീണ്ട കൈകളുള്ളവനെ, വീരപരാക്രമ ശീലമുള്ളവനെ എന്നൊക്കെ അർത്ഥം. ഇവിടെ കൈകളെ പറ്റി കൂടുതലായിട്ട് എടുത്തു പറയണത് അസ്ത്രപ്രയോഗത്തിൽ വളരെ മിടുക്കനാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അതുകൊണ്ടാണ് മഹാബാഹോ അല്ലയോ ശ്രീരാമ, ഞാൻ നിനക്ക് ബ്രഹ്മാസ്ത്രവും ഉപദേശിച്ചു തരുന്നു. അനുത്തമമായ, മറ്റൊന്നും അതിനോട് തുല്യമല്ല. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള പ്രയോഗത്തോടു കൂടിയ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ പിന്നെ വീഴാത്തവരില്ല, നശിക്കാത്ത ലോകവുമില്ല. അത്രയ്ക്ക് ശക്തമാണ് ബ്രഹ്മാസ്ത്രം. ആ ബ്രഹ്മാസ്ത്രം ഞാനിതാ നിനക്ക് ഉപദേശിച്ചു തരുന്നു. ഇനി അസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നണ്ട, അല്ലാത്ത 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഗതേ ദ്വേ ചൈവ, നിനക്ക് 2 ഗതകൾ കൂടി ഞാൻ തരാം. അവയുടെ പേരാണ് മോദകി എന്നും ശിഖരി എന്നും. മോദകി, ശിഖരി എന്ന പേരുള്ള ശുഭങ്ങളായ, പ്രയോഗിക്കാൻ എളുപ്പമുള്ളതായ 2 ഗതകൾ കൂടി ഞാൻ നിനക്ക് തരുന്നുണ്ട്. അല്ലയോ കാകുത്സ്ഥ, ഇതൊക്കെ സ്വീകരിച്ചാലും എന്നാണ് പറയണത്. ഇനിയും കുറേ ആയുധങ്ങളുണ്ട്, അതൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. അധതാം രജനീമുഷ്യ വിശ്വാമിത്രോ മഹായശാഃ പ്രഹസ്യ രാഘവം വാക്യമുവാച മധുരസ്വരം പരിതുഷ്ടോസ്മി ഭദ്രം തേ രാജപുത്രമഹായശഃ പ്രീത്യാ പരമയാ യുക്തോ ദദാമ്യസ്ത്രാണി സർവശഃ ദേവാസുരഗണാൻ വാപി സഗന്ധർവോരഗാൻ ഭുവി യൈരമിത്രാൻ പ്രസഹ്യാജൗ വശീകൃത്യ ജയിഷ്യസി താനി ദിവ്യാനി ഭദ്രം തേ ദദാമ്യസ്ത്രാണി സർവശഃ ദണ്ഡചക്രം മഹദ്ദിവ്യം തവ ദാസ്യാമി രാഘവ ധർമ്മചക്രം തതോ വീര കാലചക്രം തഥൈവ ച വിഷ്ണുചക്രം തഥാപ്യുഗ്രമൈന്ദ്രം ചക്രം തഥൈവ ച വജ്രമസ്ത്രം നരശ്രേഷ്ഠ ശൈവം ശൂലവരം തഥാ അസ്ത്രം ബ്രഹ്മശിരശ്ചൈവ ഐഷീകമപി രാഘവ ദദാമി തേ മഹാബാഹോ ബ്രഹ്മമസ്ത്രമനുത്തമം ഗദേ ദ്വേ ചൈവ കാകുത്സ്ഥ മോദകീ ശിഖരീ ശുഭേ. ഗദകളെ ശ്രീരാമനുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, പക്ഷെ വിശ്വാമിത്രൻ അനുഗ്രഹമായിട്ട് 2 ഗദകൾ കൊടുത്തിട്ടുണ്ട്, ശിഖരിയും മോദകിയും. ഇനി വരുന്ന ശ്ലോകങ്ങളിലൊക്കെ ബാക്കി ആയുധങ്ങളെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ആയുധത്തിൻ്റെ ഒരു സവിശേഷത, അതിൻ്റെ ഒരു വെറൈറ്റി, അതൊക്കെ നമുക്ക് ഈ പൗരാണിക കാലത്തും അല്ലെങ്കിൽ ശ്രീരാമൻ്റെ കാലത്തോ വാൽമീകി മഹർഷിയുടെ കാലത്തോ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിതിന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഒരു അസ്ത്രത്തിനെ പറ്റി പറയുമ്പോൾ അസ്ത്രത്തിന് തന്നെ കുറേ പര്യായ പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരം, അസ്ത്രം, ബാണം, സായകം എന്നൊക്കെ പറഞ്ഞിട്ട്, പത്രി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുകൾ. ഇതൊക്കെ ഒന്നാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, പക്ഷേ ഒന്നൊന്നുമല്ല. ഇതൊക്കെ പലതുകൊണ്ടുണ്ടാക്കിയതാണ്. അതിൻ്റെ പിന്നിൽ ചില തൂവലുകൾ പിടിപ്പിച്ചിട്ടുള്ളതുണ്ട്, അതുപോലെ മരം കൊണ്ടുണ്ടാക്കിയത്, അതുപോലെ ലോഹം കൊണ്ടുണ്ടാക്കിയത്, അതിൻ്റെ ഷേപ്പിനുള്ള വ്യത്യാസം, ഇതൊക്കെ വെവ്വേറെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ പര്യായമായിട്ട് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് അന്നത്തെ കാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ശ്ലോകങ്ങളാണ്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.